ഹായ് ഓൾ, ഇന്ന് ഡോട്ട്സ് അക്കാഡമിയുടെ ഫേസ് ടു ഫേസ് സെഗ്മെൻറ്റിൽ നമ്മളോടൊപ്പമുള്ളത് ഗോപിക GP ആണ്. ഗോപിക ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് ആയിരിക്കെ 106ാമത്തെ റാങ്കോടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ക്ലിയർ ചെയ്ത ആളാണ്. നമുക്ക് ഗോപികയോട് വിശേഷങ്ങൾ ചോദിച്ചറിയാം. കൺഗ്രാജുലേഷൻസ്, 106ാമത്തെ റാങ്കോടെ കേരള PSCയുടെ വൺ ഓഫ് ദി ടഫസ്റ്റ് എക്സാം ക്ലിയർ ചെയ്തെടുത്തു. ഓക്കെ, അപ്പം ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് ആയിട്ടിരിക്കുകയാണ് ഈ റാങ്ക് കരസ്ഥമാക്കിയത്. അപ്പം എങ്ങനെയായിരുന്നു ആ ഒരു ജേണി? എനിക്ക് 2021 തന്നെ ഇതിൻ്റെ ടയർ 1 അല്ലെങ്കിൽ പ്രിലിംസ് കഴിഞ്ഞതാണ്. അപ്പോൾ ഞാൻ ജോലിക്ക് കയറിയ ശേഷം 2022 ജോലിക്ക് കയറിയ ശേഷമാണ് ടയർ 1ൻ്റെ റിസൾട്ട് വരുന്നതും. അപ്പോൾ അതിന് ശേഷമാണ് അപ്പോൾ ജോലിയിലിരിക്കെ തന്നെയാണ് പ്രിപ്പയർ ചെയ്തത്. ആദ്യം അപ്പം ഇങ്ങനെ റിസൾട്ട് വരും എന്നറിയും എന്നുള്ളത് കൊണ്ട് ആദ്യമേ അത് വേണം എന്നൊരു ഇതുണ്ടായിരുന്നത് കൊണ്ടും ആദ്യമേ കുറച്ച് അതിൻ്റെ കൂടെ തന്നെ ജോലിയുടെ കൂടെ തന്നെ കുറച്ച് പഠിക്കുമായിരുന്നു. പിന്നെ വന്ന ശേഷം റിസൾട്ട് വന്ന ശേഷം കുറച്ച് ലീവും കൂടി എടുത്തിട്ടാണ് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തത്. ഓക്കെ, പക്ഷേ ജോലി കിട്ടിയിട്ടും പഠിത്തം നിർത്തിയില്ലായിരുന്നു അല്ലേ? കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ? ഇത് ഈ റിസൾട്ട് എന്തായാലും വരാനുണ്ടെന്ന് അറിയായിരുന്നു. ഇതൊരു ഇമ്പോർട്ടൻ്റ് എക്സാം ആണ് എന്നെ സംബന്ധിച്ച്. അപ്പോൾ അതുകൊണ്ട് നിർത്തിയില്ല, പഠിച്ചു. ഓക്കെ, ഇനി PSCയിലെ ഫസ്റ്റ് ഇത്രയും പാറ്റേൺ ചേഞ്ച് ഉള്ള ഒരു എക്സാം ആയിരുന്നു സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ്. സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് കുറേ ആഡ് ചെയ്യുകയും ചെയ്ത ക്വസ്റ്റ്യൻസ് എക്സാം ആയിരുന്നു. അപ്പോൾ അത് എങ്ങനെയാണ് ഡീൽ ചെയ്തത്? ആദ്യമേ തന്നെ ഞങ്ങളുടെ ബാച്ചാണ് ആദ്യമായിട്ട് പ്രിലിംസ് മെയിൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഡിഗ്രി ലെവൽ എക്സാം എഴുതിയ ആൾക്കാർ ഞങ്ങളുടെ ബാച്ചാണ്. അപ്പം ഇതിന് മുന്നേ എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞ് പ്രീവിയസ് ഇയർ പഠിക്കാനില്ല, പ്രീവിയസ് ഇയർ നോക്കാനും ഇല്ല. പക്ഷേ പാറ്റേൺ ചേഞ്ചിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെന്നുള്ള ഒരു ടെൻഡൻസി PSC കാണിക്കുന്നുണ്ടായിരുന്നു. കാരണം ആ സമയത്ത് നടന്ന എല്ലാ എക്സാംസും കൂടുതലും സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കൂടുതൽ പ്രാക്ടീസ് ചെയ്തു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് എന്ന്. കാരണം നമ്മൾ അല്ലാതെ സിമ്പിൾ, അതായത് ഒരു വരിയിൽ തീരുന്ന ക്വസ്റ്റ്യൻസ് അത് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ അത് ക്രാക്ക് ചെയ്യാൻ പറ്റണം എന്നില്ല, അല്ലെങ്കിൽ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റണം എന്നില്ല. അപ്പോൾ ഒരുപാട് പ്രാക്ടീസ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട് ചെയ്തിരുന്നു. പിന്നെ ഒരു കാര്യം പഠിച്ചിട്ട് ആ കാര്യം മാത്രമല്ല അതിൻ്റെ കുറച്ച് എല്ലാ ഡീറ്റെയിൽസും എല്ലാം നമ്മൾ നോക്കുമായിരുന്നു. ഓക്കെ, അപ്പോൾ ലിങ്ക് ചെയ്തും പഠിച്ചു, പിന്നെ കുറേ സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസും ചെയ്തു. അങ്ങനെയാണ് ഈ പാറ്റേൺ മനസ്സിലായത്. ഓക്കെ, പിന്നെ PSCയിൽ കുറേ സബ്ജക്ട്സ് ഉണ്ടല്ലോ, കുറേ വാസ്റ്റ് സിലബസ് തന്നെയാണ് അല്ലേ? അപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും ടോപ്പിക്സ് സെലക്ട് ചെയ്ത് പഠിച്ചോ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ടോപ്പിക്സ് എടുത്ത് പഠിച്ചു, അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ എക്സാം ക്ലിയർ ചെയ്യാൻ? അത് നമുക്ക് ഒരു എക്സാം നമുക്ക് ക്ലിയർ ചെയ്യണമെങ്കിൽ അങ്ങനൊരു പ്രയോറിറ്റി നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ എനിക്ക് മാത്സും ഇംഗ്ലീഷും ചെറിയൊരു ബേസ് എന്തായാലും ഉണ്ട്, ഓൾറെഡി SSC പ്രിപ്പയർ ചെയ്തിരുന്നതുകൊണ്ട്. പിന്നെ വരുന്നത് മലയാളം ഞാൻ ഓൾറെഡി കുറച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. മലയാളം അത്യാവശ്യം ഞാൻ കുറച്ച് അപ്പം ആ ഒരു സെക്ഷൻ കുറച്ച് അതിൽ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ എന്തായിരുന്നാലും അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഓഫ് മാർക്ക് വരും. പിന്നെ നമ്മൾക്ക് കേരള ഗവേണൻസ് ഉണ്ടായിരുന്നു, അത് 10 മാർക്കിനുണ്ടായിരുന്നു. അപ്പോൾ അത് പലരും പഠിക്കാൻ ഒരു പ്രശ്നം വരുന്നതും അതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് പുതിയതായിട്ട് പഠിക്കേണ്ട കാര്യമാണ്. പക്ഷേ അത് നമ്മൾ വിട്ടു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് നമ്മുടെ നിന്ന് 10 മാർക്ക് പോവുകയാണ്. പിന്നെ അതുപോലെ തന്നെ നിയമങ്ങൾ, ലോസ് പറഞ്ഞിട്ട് ഒരു IPC ഒക്കെ വരുന്ന അതും ഇതുപോലെ തന്നെ ആൾക്കാർ വിടുന്ന കാര്യമാണ്. അപ്പോൾ അത് രണ്ടിനും കുറച്ച് സമയമെടുത്ത് നമ്മൾ കൊടുക്കണം. അപ്പം കൂടുതൽ മാർക്ക് വരുന്ന കാര്യങ്ങൾ, ഇപ്പോൾ കറണ്ട് അഫയേഴ്സ്, അതിനൊക്കെ നമ്മൾ കൂടുതൽ സമയം കൊടുത്ത് പഠിക്കണം. അപ്പം നമ്മുടെ എക്സാമിനും കൂടുതൽ ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് കിട്ടും. ഓക്കെ, അപ്പം കേരളത്തിലെ വൺ ഓഫ് ദി രണ്ട് ടഫസ്റ്റ് എക്സാംസ് ആണ് ഇപ്പോൾ ക്ലിയർ ചെയ്തിരിക്കുന്നത്. ഒന്ന് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ്, പിന്നെ ഹൈക്കോർട്ട്. അപ്പം ഈ മേഖലയിലോട്ട് വരുന്ന ഉദ്യോഗാർത്ഥികളോട് പറയാനുള്ള മെസ്സേജ് എന്താണ്? ഒരുപാട് ലിമിറ്റേഷൻസും നമുക്കിപ്പം ഞാൻ ലീവ് എടുക്കുന്ന സമയത്തും ഒരുപാട് എനിക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കുറേ ബുദ്ധിമുട്ടുകൾ. ഇപ്പം ഞാനൊരു ജോലിയിൽ കയറിയതേ ഉള്ളൂ, അപ്പം ഞാൻ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ പ്രൊബേഷൻ നീളും, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പ്രയോറിറ്റി എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആയിരുന്നു. അപ്പം നൗ ഓർ നെവർ എന്ന് നമ്മൾ പറയുന്ന പോലെ നമുക്ക് ചിലപ്പോൾ കുറച്ച് റിസ്ക് ആയിരിക്കും, എന്നിരുന്നാലും നമ്മൾക്ക് അതാണ് താല്പര്യമെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് റിസ്ക് എടുക്കണം. അതിനെന്തായിരുന്നാലും റിസൾട്ട് നമുക്ക് കിട്ടും, റിസ്ക് എടുത്താലും. അതാണ് നമ്മുടെ ഡ്രീമിന് വേണ്ടി ഇത്തിരി റിസ്ക് എടുക്കുന്നതിലും കുഴപ്പമില്ല എന്നാണ് ഗോപികയുടെ മെസ്സേജ്. ഓക്കെ, ഒരൊറ്റ പ്രിപ്പറേഷൻ കൊണ്ട് ഒന്നിലധികം എക്സാമുകൾക്ക് തയ്യാറെടുക്കണം. വരൂ, ഡോട്ട്സ് അക്കാഡമിയുടെ ഭാഗമാകും. SSC PSC കോംബോ, SSC ബാങ്ക് കോംബോ, എക്സ്ക്ലൂസീവ് SSC, എക്സ്ക്ലൂസീവ് ബാങ്ക് എന്നീ കോച്ചിങ്ങുകൾക്ക് തിരുവനന്തപുരത്തും കൊല്ലത്തും ബാച്ചുകൾ. നിങ്ങളുടെ വീടിന്റെയും ജോലി സ്ഥലത്തിന്റെയും സൗകര്യത്തിൽ നിന്ന് പഠിക്കാൻ ഓൺലൈൻ ബാച്ചുകൾ. അപ്പൊ ഈ എന്തിനു കാത്തിരിക്കണം? വരൂ ഡോട്ട്സ് അക്കാഡമിയിലേക്ക്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്